അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തന്നെ യാത്ര പറയാണ് സുഹൃത്തുക്കളെ. കഷ്ടപ്പെടാൻ പോവാടാ. എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേട്ടാ. സോ എങ്കിൽ പിന്നെ എങ്ങനെ കഴിച്ചു തന്നെ യാത്ര തുടങ്ങാല്ലേ. ഫുഡ് എപ്പോഴും എനിക്ക് മുഖ്യമാട്ടോ. എനിക്ക് മാത്രമല്ല, എനിക്ക് കൂടെ കിട്ടിയതിനും മുഖ്യമാട്ടോ. പക്ഷേ നിന്റെ ദേഹത്തൊന്നും കാണുന്നില്ലല്ലോ എന്നാരും ചോദിക്കേണ്ട, അത് ഞാൻ പറയില്ല. അത് ഭയങ്കര സീക്രട്ടാണ്. എയർ ഹോസ്റ്റസ് ചേച്ചി ഒരു ഹാമ്പർ ഇങ്ങനെ തന്നപ്പോൾ ആദ്യമായിട്ട് കയറുന്നവർക്ക് ഇവർ വല്ല ഗിഫ്റ്റ് എങ്ങാനും കൊടുക്കുമെന്ന് ഞാൻ കരുതി കേട്ടോ. പിന്നെ തുറന്നപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. അങ്ങനെ സാൻഡ്വിച്ചാണ് ആദ്യം കൈ കിട്ടിയത്. നല്ല അടിപൊളി സാൻഡ്വിച്ച്. ഹനുമുന്നെ അവിടെ ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനകത്ത് നിന്ന് ഒരു ഫ്രൂട്ടി എടുത്ത് കുടിച്ചു. ആ, നല്ല സുഖം കേട്ടോ. നല്ല തണുത്ത ഫ്രൂട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുടിച്ചു. അത് പിന്നെ എപ്പോഴും ഫസ്റ്റാണ് കേട്ടോ. ഇതെൻ്റെ കന്നി ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു എനിക്ക്. മേക്കക്കെട്ടുകളുടെ ഇടയിലൂടെ ഒരു യാത്ര. നോക്കിക്കേ എന്ത് ഭംഗിയുള്ള യാത്രയാണെന്ന്. കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ കയറിയപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. കേട്ടറിവിനേക്കാൾ വലുതാണ് ഈ പറക്കും തളിക എന്ന സത്യം. അങ്ങനെ ചേച്ചി വന്നു, വെള്ളം തന്നു. വെള്ളം ഞാൻ ചെടിക്കൊഴിച്ചു. അയ്യോ സോറി, ഇവിടെ ചെടിയും കായും പോകുന്നില്ല, എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിശപ്പ്, ഒരു കഴിക്കാനൊരു ത്വര. എനിക്ക് പിന്നെ കഴിച്ചു കളയാം, അതായിട്ട് പിന്നെ കുറയ്ക്കണ്ടല്ലോ. അങ്ങനെ ഹാമ്പറിലുണ്ടായിരുന്ന റോസ്റ്റഡ് നട്ട്സ് കഴിച്ചു. ഒരു നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. നമ്മുടെ കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പായിരുന്നു കേട്ടോ. അത് കഴിച്ചിട്ട് പിന്നെ വേറൊരു സാധനം കഴിച്ചേ. റൈസ് ക്രാക്കേഴ്സ് എന്നായിരുന്നു കേട്ടോ അതിനകത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ കാണാനൊരു ലുക്കില്ല, ഏകദേശം ഒരു നമ്മളുടെ യക്ഷിപ്പല്ല് പോലെ തോന്നും കേട്ടോ. പക്ഷെ ടേസ്റ്റ് പൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാനത് നോക്കുമായിരുന്നു എന്തായിരുന്നു സംഭവം. പക്ഷെ അടിപൊളി സാധനമായിരുന്നു. ഞാനിങ്ങനെ ഓരോന്ന് കോപ്രായങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സമയം പോകാൻ പറ്റിയൊരു നല്ല സാധനം കേട്ടോ. ചുണ്ണാമുണ്ടോ ചേട്ടാ? കൊള്ളാവോ? എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമില്ലേ? ബാംഗ്ലൂരെത്തി. ട്രിവാൻഡ്രത്ത് നിന്ന് കയറി ബാംഗ്ലൂർ വന്നു. ഇനി ബാംഗ്ലൂരിൽ നിന്ന് നേരെ പോയിട്ട് അറിയിക്കാം. ഓക്കെ. ആനമയിൽ ഒട്ടകത്തെ കാണാൻ സൂയിലൊന്നും പോയതല്ലേ, ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന് അറിഞ്ഞ് ഒന്ന് വന്നതാട്ടോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടെറിബിളിക്കലി ആൻഡ് ഹൊറിബിളിക്കലി എനിക്ക് മാത്രമേ ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു. സോ നമുക്കൊന്ന് കറങ്ങിച്ചും വരാം. ബാ. ഇപ്പം നമ്മളവിടെ ഉള്ളത് ലോഞ്ചിലാണ്. നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് നമ്മളിപ്പം കൂപ്പണൊക്കെ കിട്ടിയിട്ട് നമ്മൾ ചില്ല് ചെയ്യാൻ വന്നേ. എങ്കിൽ പിന്നെ അടുത്ത ഫ്ലൈറ്റും പിടിച്ച് അങ്ങ് ഓസ്ട്രേലിയക്ക് പോകാമെന്ന് വെച്ചാൽ ആ നടക്കും. ആരോ ഇറങ്ങി ഓടിയെന്നോ മറ്റോ പൈലറ്റ് പറയുന്നുണ്ടായിരുന്നേ. ചെന്ന് അങ്ങോട്ട് കയറി ഓടിക്കാമെന്ന് വെച്ചാൽ പുല്ല്, അതങ്ങോട്ട് വശമില്ലാത്ത പരിപാടിയായിപ്പോയി. പിന്നെ ഡിലേ ആയതിന് സോറിയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് ക്ഷമിച്ചു. ഫുഡൊക്കെ കറക്റ്റ് തരുവാകും, കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ പൈലറ്റ് മാമൻ ഫ്ലൈറ്റ് എടുത്തു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ സിഡ്നി എയർപോർട്ട്. ഒരു നീണ്ട 11 മണിക്കൂർ യാത്ര. അങ്ങനെ നോക്കിയിരുന്ന അവസാനം നമുക്കും കിട്ടിയടാ ഒരു ഇംഗ്ലീഷ് ഡിന്നർ. കുറേ കച്ചറ വിച്ചറ പുഴുങ്ങി വെജീസും പിന്നെ ചിക്കനും ബ്രെഡും ആപ്പിൾ ജ്യൂസും അങ്ങനെ കുറേ. തൽക്കാലം അതൊക്കെ വെച്ച് നമ്മൾ ഇന്ന് രാത്രി അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണെങ്കിൽ ചോറും ചിക്കൻ കറിയുമാണ് ഓർഡർ ചെയ്തത്. അത് കൊള്ളായിരുന്നു. അങ്ങനെ നല്ലൊരു ഡിന്നറായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദാണ്ട വരുന്നു കുൽഫി. ആലപ്പുഴ വീഴുന്ന
വീഴുമ്പോൾ കാക്കയ്ക്ക് വായ്പൊന്നും കേട്ടിട്ടുണ്ടോ? ഏകദേശം അതായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ. പല്ലുപിടിപ്പ് കാരണം അങ്ങോട്ട് ആസ്വദിച്ച് കടിക്കാനും കഴിക്കാനും പറ്റിയില്ല. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിപ്പോയി. പുറത്ത് നല്ല തണുപ്പാണ്, അകത്ത് ഈ ഒരു തണുപ്പും കൂടെ ആയപ്പം പിടി വിട്ടുപോയിട്ടോ. അങ്ങനെ കുൽഫിക്കാക്കെ കിട്ടിയ സന്തോഷത്തിൽ ഒരു സിനിമയൊക്കെ കാണാമെന്ന് വെച്ചു. ഏതാ സിനിമ ഞാൻ ഓർക്കുന്നില്ല, ഹാരി പോട്ടറാന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കുടിച്ച് കണ്ട് ഉറക്കം വരുന്നവരെ എങ്ങനെയെങ്കിലും കുടിച്ച് നിൽക്കണമല്ലോ. എങ്കിൽ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.